ഹിന്ദു ക്ഷേത്രത്തിലെ വിഗ്രഹം എഴുന്നേറ്റിച്ചുകൊണ്ട് ആറാട്ട് നടക്കുമ്പോൾ കടന്നു പോകുന്ന വഴിയിലെ മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും വീട്ടുമുറ്റത്ത് വന്ന് നിന്ന് കുരുത്തോല കെട്ടി അവിടെ വരുന്നവർക്ക് സംഭാരം കൊടുത്ത് രാജാവിനെയും ഈ ആറാട്ടിൽ കൊണ്ടുവരുന്ന ശില്പത്തെയും നോക്കി ബഹുമാനത്തോടു കൂടി അവർ ആരാധിക്കും. ഇന്നത്തെ സ്ഥിതി അതാണോ? ഇന്ന് അങ്ങനെ ആരും വരില്ല. എന്തുകൊണ്ട്? കാരണം ജാതിയുടെ മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധ അങ്ങ് അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്ത് ഈ രാമപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ മുസ്ലിം വീടുകളിൽ സദ്യ എല്ലാം ഇടകലർന്ന് ജീവിക്കുകയല്ലേ നമ്മൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. സന്ധ്യാനാമം അവർ ജീവിക്കും. ഞങ്ങളിവിടെ സന്ധ്യയ്ക്ക് മഗ്‌രിബ് നമസ്കരിക്കും. അടുത്ത വീട്ടിൽ നിന്ന് കേൾക്കുന്ന സന്ധ്യാനാമം ഞാൻ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, രാമ രാമ പാഹിമ മുകുന്ദ രാമ പാഹിമ, രാമഭാഗം ചേർക്കണേ മുകുന്ദ രാമ പാഹിമ. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ആരാണ് ശ്രീരാമൻ എന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നു. ശ്രീരാമൻ്റെ പേരിൽ, അമ്പലത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയിൽ അന്ന് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു മനോഭാവം ഉണ്ടോ എന്നെനിക്ക് സംശയമാണ്. ആരാണിത് ഈ മനോഭാവം ഇല്ലാതാക്കിയത്? ആരാണ് ഇങ്ങനെയുള്ള ഒരു കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കിയത്? നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. മതേതരത്വത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ബഹുസ്വരതയാണ്. ആ ബഹുസ്വരത ഇന്ന് ശ്രീ ശശീന്ദ്രൻ ചോദിച്ചതുപോലെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു, ഒരുപാട് ഭീഷണികൾ നേരിടുന്നു. രാജ്യത്തിൻ്റെ ദേശീയതയെ വളർത്തി ആ ദേശീയ വികാരത്തിലൂടെയാണ് രാജ്യത്ത് നിലനിന്ന അടിമത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി ദേശീയതയെ ഏറ്റവും കൂടുതൽ പ്രായോഗികമായി വിനിയോഗിച്ചയാൾ മഹാത്മാഗാന്ധിയാണ്. ജാതി മത പ്രാദേശിക ഭാഷാ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഇന്ത്യക്കാരാണ് എന്ന വികാരമാണ് ദേശീയത. ആ ദേശീയ വികാരം ആളിക്കത്തിച്ച് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള സമരത്തിൽ മഹാത്മാഗാന്ധി മതചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇന്ത്യയിലെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും പാഴ്സിയെയും സിഖുകാരനെയും ക്രിസ്ത്യാനിയെയും ഈ വൈദേശിക ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിർത്താനാണ്.